Hi Rishi, how are you? You like it? You like it? എങ്ങനെയുണ്ട്? തോപ്പിക്ക്. ഓ 2ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്താണ് ഗൈസ്. ഹായ് ശ്വേത, how are you? ഹലോ. എന്തുണ്ട്? താങ്ക് യു സോ മച്ച്. ഇതെന്താ ഇതിന്റെ മൂക്ക് തന്നെ തിളങ്ങുന്നേ? എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. Oh, thank you so much for the pour. I love you. Shall we go for a date? Oh, pour. എടി അഭിനയിക്കാൻ പഠിക്കടി. എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് അഭിനയിച്ചൂടെ? അഭിനയിക്കാൻ അറിയത്തില്ല. ഞാൻ നിന്റെ മൂക്ക് തന്നെ തിളങ്ങിയിരിക്കുന്നു എന്തൊക്കെയോ. ഇവിടെ മറ്റേ ഗിൽറ്റാണോ? ഹൈലൈറ്ററോ? കറുത്തിരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ വിളിപ്പിച്ചേ? എന്തെങ്കിലും ആട്ടെ. Shall we go for a date? Yes. എന്ത് ഡേറ്റിനാ പോണ്ടേ? ഒന്നുമില്ല, വെറുതെ കറങ്ങിട്ട് വന്നാൽ മതി. Do you want to go for a shopping date? എന്താണേലും. Okay, so let's go. So I love you. ഋഷി ഇല്ലാതെ അങ്ങനെ നമ്മൾ കുറെ നാൾക്ക് ശേഷം കറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഋഷി went to school guys. Yes sir, എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിപ്പോ ആദ്യം ഫസ്റ്റ് നമുക്ക് ലുലു മോളിൽ പോവാം. അതല്ലേ നമ്മളെ കൊച്ചിക്കാരുടെ സ്ഥലം എന്ന് പറയുന്നത്. സോ വി ഡു സം ഓണം ഷോപ്പിംഗ് ഫസ്റ്റ്. നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഓണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണ്ടേ? കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നിനക്ക് എന്തെങ്കിലും വാങ്ങാനില്ലേ? പിന്നെ വാങ്ങാനല്ലേ ഉള്ളല്ലേ. കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് പോയിട്ട്. എന്തല്ലേ എന്ത് കഷ്ടപ്പാടല്ലേ. ഗൈസ്, ഞാൻ ഒരു 10 ദിവസം തായ്ലൻഡിൽ പോയി വന്നതിന്റെ പ്രതികാരമാണ് ഗൈസ് ഇപ്പൊ നമ്മൾ പോകുന്ന ഈ ഒരു ദിവസം. ഇന്ന് മിക്കവാറും ശ്വേത എന്നെ മുടിപ്പിക്കുന്ന. അയ്യോ, ഞാനേ കാർഡ് എടുക്കാൻ പറഞ്ഞു, പേഴ്സ് എടുക്കാൻ പറഞ്ഞു. കാര്യമായിട്ട് ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞു. കാർഡുണ്ടോ? ഞാൻ എടുക്കാൻ മറന്നുപോയി. സത്യമായിട്ട് ഞാൻ മറന്നുപോയി. ഇപ്പൊ തിരിച്ചു എടുത്തിട്ട് വന്നാലോ? വേണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ക്യാഷ്വൽ, നമ്മൾ ഇതുപോലെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് എത്ര നാളായി? കുറെ നാളായി. പണ്ട് സ്ഥിരം നമ്മൾ എന്തോരം ഡെയിലി വ്ളോഗ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറെ നാളായി ചെയ്തിട്ടില്ലേ. ദിസ് ഈസ് ജസ്റ്റ് എ റാൻഡം ഡെയിലി വ്ളോഗ് ഇൻ അവർ ലൈഫ്. ഗുഡ് മോർണിംഗ്. ഏത് കൂടാ കൊടുക്കണ്ടേ? ഇതിലല്ലേ? ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും നെറ്റ്വർക്ക് എറായിരിക്കും. ഇതില്ല, ടാഗില്ല. 96 പറഞ്ഞാലും മതി. താങ്ക് യു. തിങ്കളാഴ്ച രാവിലെ ദിവസം ലുലുവിലേക്ക് വരുമ്പോഴത്തേക്കിനും ആരും ഉണ്ടാവില്ല അല്ലേ? ഒറ്റ മനുഷ്യരില്ല. കാലിയായിട്ട് കിടക്കും ലുലു. കാലിയായി വിജനമായി കിടക്കുന്ന ലുലു മോളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിനക്കെന്താ വാങ്ങണ്ടേ? എന്നോട് എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഓണത്തിന് ഞാൻ പറയുന്നുണ്ട്. അത് ഏത് എന്ത് സാധനം? വണ്ടി അർബൻ ക്രൂസറോ? അത് വേണം വാങ്ങിക്കാം. പിന്നെ അതിനപ്പുറത്ത് പർപ്പിൾ കളർ ഡൈസൺ മലബാർ ഗോൾഡോ? എന്താ വേണ്ട മലബാർ ഗോൾഡിന്ന്? എപ്പോഴും നിങ്ങളുടെ പരാതി ഞാൻ സ്വർണം ചോദിക്കുന്നില്ല എന്നല്ലേ. ഓക്കെ, അതുകൊണ്ട് സ്വർണം എപ്പോഴും വാങ്ങുന്നത് നല്ലതാണ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. യു നോ ദാറ്റ് ഗോൾഡ് ഈസ് ഓൾവേസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. നമുക്ക് തൽക്കാലം ഓണക്കോടി എടുക്കാം. കമോൺ, തിരുവോണമാണ്. സാരി വേണോ ചുരിദാർ വേണോ? ചുരിദാർ റെഡിമെയ്ഡ് കിട്ടുമില്ലല്ലോ. ചുരിദാർ കിട്ടുമോ റെഡിമെയ്ഡ്? ഉണ്ടോ ഇങ്ങനത്തെ? കേരള സ്റ്റൈൽ. ഹായ്, ആണോ? താങ്ക് യു. എന്താ പേര്? രാഖി. താങ്ക് യു. ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് കണ്ടത് സാറ് ആ ട്രെയിനിലെ ബോഗി പോലത്തെ ഒന്നിനകത്ത് കയറുന്നു. ശരി, പുറത്തെവിടെയാണ്? അതെ ആണല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാറുണ്ട്. താങ്ക് യു. ഇപ്പോഴും ലൈവിലാന്ന് തോന്നുന്നില്ലേ? ചുമ്മാ ചെറുത് അത് വെറുതെ ഓണ ഷോപ്പിംഗ് ഇറങ്ങിയതാ. താങ്ക് യു. ശരി, ഓക്കെ. എവിടെ പോയി? ഇവിടെ ഉണ്ടല്ലേ. താങ്ക് യു. ഇത് കൊള്ളാം. നമുക്ക് ഇങ്ങനത്തെ എടുത്താലോ? ഇതല്ലേ നല്ലത്? നമുക്ക് വെറൈറ്റി. അതെ, ഇത് കുറച്ചും കൂടെ മറ്റേ ഇതൊക്കെ എന്ത് വിലയുള്ള? ഇത്
2500 ആ ഓക്കെ 4000 വരും. ഓക്കെ സിൽക്കാണ്. ഓക്കെ രണ്ട് സിൽക്ക് തന്നെ ഡിഫറെന്റ് ആണ് മെറ്റീരിയൽ കുറച്ച്. ഓക്കെ സാരി വേണോ ഇത് വേണോ? I will go with this. സാരിയൊക്കെ ആയിട്ട് നല്ല ഇതല്ലേ? അതെ. സാരി ആകുമ്പോൾ കഷ്ടപ്പെട്ട് എടുക്കണ്ടേ? ഇതൊരെണ്ണം നിനക്ക് ഒരെണ്ണം നമുക്ക് ഇട്ടാ പോരെ? രണ്ട് സൈസ് തീർച്ചയായും ഏ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്താ ട്രൈ ചെയ്ത് നോക്കാലോ. നമുക്ക് ഇതേപോലത്തെ തന്നെ രണ്ടെണ്ണം എടുത്താൽ പോരെ? സെയിം വേണോ ചെറിയ ഡിഫറെൻ്റ് ഉള്ള എടുക്കാം അല്ലേ? ഓക്കെ ദിസ് ഈസ് നൈസ്. അപ്പോൾ ഓക്കെ പിന്നെ നമുക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഇതുപോലത്തെ ഓക്കെ അല്ലേ? ഓക്കെ എന്തായാലും എടുത്തോ, ഇത് മാറ്റി വെക്കാം. അത് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തോ. 2-3 പ്രാവശ്യം ഇട്ടല്ലോ. എവിടെ ഇട്ടു? ഞാൻ കണ്ടില്ല നീ ഇട്ടോ. ഞാൻ ആ പ്രോഗ്രാമിന് ഒക്കെ ഇട്ടു. ഇത് എന്തുവാ ഇത്? കഫ്താൻ. കഫ്താനോ? Actually നല്ല ചുമ്മാ എന്തോ നോക്കി ചുമ്മാ വെറുതെ വവ്വാലിനെ പോലെ ഉണ്ട്. അതങ്ങനെയാ, നല്ല ഭംഗിയുണ്ട് അത്. അടിപൊളിയാ. ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഓണം പരിപാടികളെല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പോയി വാങ്ങിക്കണം. ഓണപ്പേര് എന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇതിൽ ഒതുങ്ങണ്ട. അല്ല ഓണം അത് നിന്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ലേ? ഓണക്കോടിയാണ്, ഓണത്തിന് ഓണക്കോടിയാണ് എടുക്കുന്നത്. ഓണക്കോടി എടുത്തു. ഇനി എന്താ ഉള്ളത്? ഇനിയുണ്ട് തായ്ലാൻഡിൽ പോയ ബാക്കി എവിടെ പോകും? തായ്ലൻഡിന്റെ പരിപാടിയൊക്കെ തായ്ലൻഡിലെ ഭാര്യനെ കൊണ്ട് പോയതല്ലേ? ഇല്ലേ? മോനും ഉണ്ടായിരുന്നല്ലോ. കൊണ്ടുപോയിട്ടില്ലേ? ഈ പ്രാവശ്യം കൊണ്ടുപോകും, ഞാനും നിങ്ങളും മാത്രം. അപ്പൊ ഞാൻ സമ്മതിക്കാം. യെസ് താങ്ക് യു സോ മച്ച്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു. ഞാൻ തെറ്റോളൂ. ബില്ല് മാത്രം ഒന്നും എനിക്ക് വരുന്നേ. ശരി ബൈ ബൈ. ചേച്ചി മേടിച്ച് ചെയ്യുവോ? താങ്ക് യു. ഞാനിവിടെ ന്യൂ ബാലൻസിലൊരു ഷൂസ് നോക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷൂസ് അമേരിക്കയെ വെച്ച് മഴ നനഞ്ഞ് കുളമായി ആകെ വൃത്തികേടായി ഗൈസ്. അപ്പോൾ ട്രൈങ് സംതിങ് ന്യൂ. അതാണോ? സബ്സ്ക്രൈബ് ചെയ്യുമോ? വെരി ഗുഡ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, ഡിസ്കൗണ്ട് തരാം. നിങ്ങൾ ഡിസ്കൗണ്ട് ഒന്നും തരുന്നില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഓക്കെ റിവ്യൂ ഗുഡ് പോരെ? ഗൂഗിളിൽ ഇടണോ? ഞാൻ ആലോചിക്കാം. എനിക്ക് ഡിസ്കൗണ്ട് വന്നില്ലല്ലോ. ഡിസ്കൗണ്ട് വന്നാൽ ഞാൻ റിവ്യൂ ഇടാം. ഓക്കെ ശരി. താങ്ക് യു താങ്ക് യു. അപ്പോൾ പുതിയ ഷൂ വാങ്ങി ഗൈസ്. ഒരു ഷൂ പട്ടി അടിച്ചോണ്ട് പോയി. ഒരു ഷൂ പിന്നെ എന്താ സംഭവിച്ചത്? ചെല്ല് പോയിട്ടോ. ഒരു ലോഡ് ഷോപ്പിംഗ് കഴിഞ്ഞ്, ഒരു ലോഡല്ല ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ ഗൈസ്. ഓണക്കോടികളൊക്കെ വാങ്ങിച്ച് ഏത് എൻ്റെ എല്ലാം കൂടെ തന്നിട്ട് പോയി. ഹായ്, വണ്ടി എടുക്കാവോ? അയ്യോ അറിയാം. ഓക്കെ മറ്റേത് സ്കാൻ ആയോ? അതിന് വേറെ തരണോ? ആ അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഋഷിനെയും കൊണ്ടുവന്നിട്ട് നമുക്ക് ഋഷിക്കുള്ള ഡ്രസ്സ് കൂടെ വാങ്ങിക്കണം. കയറിക്കോ. യെസ് എനിക്ക് എടുത്തിട്ടില്ല, ഋഷിക്ക് എടുക്കണം. ഋഷി അപ്പം സ്കൂളിൽ നിന്ന് വിടാറായി. സോ വി വിൽ ഗോ ആൻഡ് പിക്ക് ഹിം ഫ്രം ദ സ്കൂൾ ഗൈസ്. എടപ്പള്ളി ലുലു മോളിൻ്റെ അടുത്ത് തന്നെയാണ് ഋഷിയുടെ കിൻഡർ ഗാർഡൻ. അപ്പോൾ ഋഷിയുടെ സ്കൂളിൽ പോയിട്ട് ഋഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ അറിയത്തില്ല ഞങ്ങൾ വരുന്ന കാര്യം. സർപ്രൈസാണ്. എവിടെ പോകുന്നതെന്ന് തോന്നുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അവര് ഇവരെന്ത് സ്കൂളിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ആലോചിക്കുന്നത്. വന്നോ ഋഷി വന്നോ? ടൈം ആയോ? ടൈം ആയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ ആശം വരട്ടെ. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഋഷി എവിടെ പോവാന്ന് ആലോചിച്ചോണ്ടായിരിക്കും മിക്കവാറും ഇപ്പൊ വരാൻ പോകുന്നത് അല്ലേ? ഇതൊക്കെ എന്താ ഓണം സെലിബ്രേഷൻ ആണോ? കോലഞ്ചേരിയിലെ ഹാരിയർ ഉണ്ട്. എവിടെ പോയാൽ എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാം. എല്ലാം അറിയാം. ഇറക്കി വിട്ടെ? ഞാൻ ബസ് പിടിച്ചു പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞോ? അത് ശരി. ബൈ. അയ്യോ സ്റ്റാർ കിട്ടിയോ? വാവ് അടിപൊളി. എവിടെ പോയതാ ഇന്ന്? തൃപ്പൂണിത്തുറ പോയോ? ഓക്കെ ശരി അപ്പോൾ കാണാം. ഓക്കെ ബൈ പറ. മിസ്സിനോട് ബൈ പറ. ഒരു മിനിറ്റ്. ബാ കയറിയിരുന്നോ. ഞങ്ങൾ രാവിലെ എവിടെ പോയി എന്നറിയാം? ഞാനും അമ്മയും കൂടെ ലുലുമാളി പോയി. ഞങ്ങൾ ഓണക്കോടി എടുത്തു. നമുക്ക് ലുലുമാളി പോവാം. ലുലുമാളി പോവാം. അത് വേറെ എവിടെയും പോകണം. എവിടെ പോകണം? ലുലുമാൾ. ഋഷി ഇപ്പൊ തൃപ്പൂണിത്തുറ സ്കൂളിൽ പോയി ഓണം പ്രാക്ടീസാ അല്ലേ? ഓണപരിപാടി പ്രാക്ടീസ് ആണോ?
ഡാൻസ് ഉണ്ടോ? എന്ത് ഡാൻസാ? ഓണപ്പാട്ടാണോ? പിന്നെ എനിക്ക് ബിഗ് ബോയ് ആന്ന് വിചാരിക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം, ഇനി ഓണപ്പരിപാടി. എന്തൊക്കെയാ ദൈവമേ, ഋഷിയുടെ ഷെഡ്യൂൾസ് കാരണം ഞങ്ങൾക്ക് എവിടെ പോകാൻ പറ്റുന്നില്ല. പോകാൻ പറ്റണ്ടേ? ഋഷി ഫുൾ ബിസി ആയില്ലേ ഇപ്പം. ബിഗ് ബോയ് ലുലുമാളിൽ പോണോ? Okay, what do you want to do in Lulu Mall? Ball pit. Ball pit is for small boys, Rishi. Rishi big boy ആയി. Rishi big boy ആയില്ലേ? അപ്പൊ ഋഷിക്ക് ഋഷി എപ്പോഴും പറഞ്ഞു നമുക്ക് വിൽ ഗോ ടു ഫണ്ടൂറ. And Appa and Rishi will play. Okay? Amma will take video. Okay. High five. നമ്മളിപ്പോൾ ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതുപോലത്തെ ഡ്രസ്സാട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓണക്കോടിയായിട്ട്. ഇടത്തില്ല ഋഷി? ഇതുപോലത്തെ മുണ്ട് വേണോ കുർത്ത വേണോ? മുണ്ടോ? കുർത്ത ആയാലോ? അതാകുമ്പോൾ പാൻറ് പോലെ ഇടാം. മുണ്ട് മതിയോ? മുണ്ട് മതി. നോക്കട്ടെ. യു ലൈക്ക് ഇറ്റ്? ഇവിടെ നോക്കേ, എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ വേറെ ഏതാ കളർ വേണ്ടേ? വേറെ കളർ നോക്കണോ? കണ്ണാടി നോക്കിയാൽ എങ്ങനെയുണ്ടോ നോക്കിയാൽ കണ്ണാടിയിൽ നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുക്കട്ടെ? നോക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. നോക്കിയേ, ചിരിച്ച് ചിരിക്കേ, ചിരിക്കേ, നിങ്ങൾ നോക്കി ചിരിക്കേ. നോക്കണ്ട, നമുക്ക് വേറെ ഏതാ, അതിനകത്ത് ഏതാ ഋഷിക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കി. ഗൈസ്, എങ്ങനെയുണ്ട് ഈ ഒരു സാധനം? ഇത് ഞാനും ഋഷിക്കും ഒരേപോലത്തെ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. സോ വി ആർ ആക്ച്വലി ട്രൈങ്. ഇത്ര നേരം നമ്മളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി അവസാനം ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ സൈസ് വേറെ ഏതോ കടയിൽ അവർ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണോ പരിപാടി? അമ്പും വില്ലും കളിക്കുവാണോ? അങ്ങനെ വെച്ചുണ്ട് നോക്കി നോക്കും, അമ്പും വില്ലും പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ കള്ള, എന്തുവാണോ കാണിക്കുന്നത്? ഇവിടെ വേണം. ഇന്നത്തെ ബില്ലിൻ്റെ പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്ന ശ്വേതയാണ്. ഞാൻ കാർഡ് എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ശ്വേതയാണ് പരിപാടി. ഋഷിയുടെ വീഡിയോ എടുക്കും, ഋഷിയുടെ വീഡിയോ എടുക്കും. ആ പറ. തൃപ്പൂണിത്തുറ സ്കൂളിൽ പോകാൻ നേരം ട്രെയിൻ കണ്ടോ? ഏത് ട്രെയിനാണ് കണ്ടത്? ബ്ലൂ ട്രെയിനാണോ കണ്ടത്? എന്നിട്ട് ബസ്സിലിരുന്ന് ബഹളം ഉണ്ടാക്കിയോ? പറഞ്ഞോ എല്ലാരോടും? എന്തോ പറഞ്ഞു? അയാനുണ്ടായിരുന്നോ? അത് ശരി. ഋഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ചേട്ടനാണോ? ഞങ്ങളുടെ നെയ്ബറാണ് ഒമി. ഒമി ഒമി ഞങ്ങളുടെ നെയ്ബറാണ് ഗൈസ്. ഒമി. ഹായ്. ടേബിൾ ഫോർ 3. താങ്ക് യു. ഋഷി എവിടെ ഇരിക്കുന്നത്? അപ്പാടെ കൂടെയാണോ? പിന്നെ അമ്മയുടെ കൂടെ ഇരിക്കുള്ളൂ, അപ്പാടെ കൂടെ ഇരിക്കൂല? എന്നാ അപ്പാടെ കൂടെ ഇരിക്കാം. ബാ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ ഋഷി, ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരുന്നോ. അമ്മയുടെ കൂടെ അപ്പ ഇരുന്നോളാം. ഋഷി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവോ? അതെന്താ, അത് പറ്റില്ല? അത് പറ്റില്ല? അതെന്താ പറ്റാത്തെ? അതെന്താ ഋഷി പറ്റാത്തെ? അത് പറ്റൂല അല്ലേ? അല്ല, നമ്മൾ ഡേറ്റിന് വന്നതല്ലേ, അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കണം. അമ്മ അപ്പനെ കൊണ്ട് ഡേറ്റിന് വന്നതാ. അപ്പൊ ഋഷി ഒറ്റയ്ക്ക് മാറിയിരിക്കണം. അത് പറ്റൂല? അയ്യോളാ, അത് പറ്റൂല. അത് റെഗുലർ ഓട്ടോ ഡേറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അവസാനം നമ്മൾ നമ്മുടെ മോനെ കൂടി കൂട്ടിയിട്ട് കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഋഷിയുടെ വീഡിയോ എടുത്തു. പറ, എന്തുവാ? നിന്റെ അപ്പനും അമ്മയും കൂടെ ഡേറ്റിന് ഇറങ്ങിയതാ, നീ ഇല്ലാണ്ട് ഡേറ്റിന് ഇറങ്ങിയതാ. അവസാനം did you like your wedding anniversary? Yes, thank you so much. എന്താ ഹലോ? എന്ത് വേണം? ജ്യൂസ് വാങ്ങിക്കാമല്ലോ. ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ജ്യൂസ് വാങ്ങിക്കാം. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത മസാല പപ്പട് വന്നിരിക്കുകയാണ്. പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മസാല പപ്പടം. ശ്വേതയുടെ അമൃത് ചെടി കുൽച്ച. അത് ഫിഷാണ് ഋഷി, ഫിഷാണേ. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല. ഡീപ്പ് ഫ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എണ്ണയിൽ വറുത്തം തോന്നുന്നു അല്ലേ? അങ്ങനെയായിരുന്നു അല്ലേ? മറ്റത് വാങ്ങിച്ചാൽ മതിയായിരുന്നു, തവാ ഫ്രൈ പറഞ്ഞാൽ മതിയായിരുന്നു. ആ, പക്ഷെ കുഴപ്പമില്ല.
ഇഷ്ടപ്പെട്ടോ ഫിഷ്? നല്ലതാണോ? കഴിച്ചോ? ഞങ്ങളുടെ ഫിഷ് കഴിച്ചു കഴിഞ്ഞു, ശ്വേതയുടെ കുൽച്ച കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു ബിരിയാണി കൊണ്ടുവന്നായിരുന്നു. ആ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ആയിരുന്നു, പക്ഷെ അവർ മട്ടൻ ബിരിയാണിയാണ് കൊണ്ടു തന്നത്. എന്നിട്ട് അത് രണ്ടാമത് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പം വീണ്ടും അടുത്ത ബിരിയാണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ബിരിയാണി വന്നല്ലോ. ഇവരുടെ ബിരിയാണി ഇങ്ങനെയാണോ ഡി? പഞ്ചാബി ബിരിയാണി ഇതൊരുമാതിരി കറി പോലെ ഉണ്ടല്ലോ. ബിരിയാണി ഫ്ലോപ്പായി ഗൈസ്. ഉറക്കം വരുന്നുണ്ട്. സാധാരണ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളാണ് ഇപ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. നമ്മളിപ്പോ എവിടെയാ? അങ്ങനെ ഫൈനലി നമ്മൾ ഫൺ ടൂറിൽ എത്തിയിരിക്കുകയാണ്. അതൊക്കെയാണല്ലോ സന്തോഷം. അതെ. ഇത് കൈ വെച്ചോ. ഇപ്പൊ ഡേറ്റ് ആയില്ലേ? കറക്റ്റ് ആയില്ലേ? JCB ഉണ്ടല്ലേ, കേറാമേ. ഇതെങ്ങനെ ചെയ്യുന്നേ? എനിക്ക് അറിയത്തില്ല, പറഞ്ഞു തരുമോ എങ്ങനെയാന്ന്? എങ്ങനെയാ? ഏടി കൊണ്ട് ടാപ്പ് ചെയ്യുന്നു ഫുള്ള്. ചെയ്തു ചെയ്തു കഴിഞ്ഞു. അതവിടെ ഇട്ട് ടാപ്പ് ചെയ്ത് അതവിടെ ഇട്ട്. ഇത് പിടിക്കേ. ഞാൻ ആരായി? ഇതിനകത്ത് ഇടണം. ഇതെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം. ഇതിനകത്തുനിന്ന് കോരണം. ഇതിൽ നിന്ന് കോരിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം കേട്ടോ. ഇതൊക്കെയാണോ? ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ആര് പഠിപ്പിക്കുന്നു? ഇതൊക്കെയാണോ കാണുന്നേ? അടിപൊളി. ഇതൊക്കെ ആരെന്തോ പഠിപ്പിച്ചിട്ട് വേണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? ഇങ്ങനെ കോരണം. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നടപടിയാവോ? ഒരു അയ്യേ ചമ്മിയേ, അപ്പനും മോനും ചമ്മിയേ. ഇതൊക്കെ ഒരു 100 ലിവർ ഉണ്ടല്ലോ. ഈ വാദ്യം കാണുന്നുണ്ടോ? എനിക്ക് നമുക്ക് എത്താനേ കാണുകയുള്ളൂ. ഫോട്ടോ എടുക്കില്ല. ഫോട്ടോ എടുക്കുക. ഓക്കെ. എന്തെങ്കിലൊക്കെ നടക്കും ഗൈസ്. ഇന്ന് എന്തെങ്കിലൊക്കെ നടക്കും. ആൾക്കാരൊക്കെ പോകുന്നു ഗൈസ്. വേഗം. ഇത് ലാസ്റ്റ് നിങ്ങൾ കേട്ടോ. വേഗം ഓടിക്ക്, വേഗം. തോപ്പിക്ക്. ഓ വീണ്ടും എത്താൻ സ്ഥലത്തായി ഗൈസ്. What is happening? 3-ാം സ്ഥാനത്താണ് ഗൈസ്. വേഗം. 7th place ആണ്. സെക്കൻഡ്. ഓ സോറി. സെക്കൻഡ് പ്ലസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ മറ്റേ എന്തോ ഒരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന ഫൺ ടൂറിലെ ലോങ്ങസ്റ്റ് റൈഡിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. എന്തിനാ പേടിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. അവിടെ ഒരു സാധനം കണ്ടോ? അതൊക്കെ പക്ഷെ ഋഷി കയറാറായിട്ടില്ല, പേടിയായിരിക്കും. ഇത് തന്നെ ഇപ്പൊ കറക്റ്റ് അറ്റപ്പറ്റയാ. ഇവിടെ ബഹളമായിരിക്കും. നോക്കിക്കോണിപ്പോ. ഓ ട്രെയിൻ ഇങ്ങനെ മേളിൽ കയറിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? നോക്കിക്കേ. പേടിക്കണ്ടടാ മൊത്തേ. തക്കടാ അല്ലടാ. ഇപ്പൊ ചാള് താഴെ അന്നേരം ആയിരിക്കും പേടിക്കാൻ പോകുന്നത്. അടിപൊളിയല്ലേ? ഇപ്പൊ സ്പീഡൊക്കെ കൂടുവേ, പേടിക്കരുത്. അപ്പ പിടിച്ചിട്ടുണ്ട് കേട്ടോ. സ്പീഡ് ഇപ്പൊ കൂടും. ഇപ്പൊ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഋഷി ഒന്നും പറ്റൂല കേട്ടോ. അപ്പൊ റെഡി, 1 2 3. കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു റോളർ കോസ്റ്റർ ട്രെയിൻ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ഞങ്ങൾ പേടിച്ചു പോയി.
ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലേ? നാളെ നിങ്ങൾ ജയിച്ചു. ഇവിടെ കിടന്ന് ഓടിച്ചാടി കളിച്ചതിന് ഞാൻ വഴക്ക് പറഞ്ഞ് ഒരു ചെറിയ ഇടിയൊക്കെ കൊടുത്ത് അവിടെ കസേര കയറ്റി ഇരുത്തിയതിന് മുന്നിൽ നിർത്തിച്ചിരിക്കുന്നതല്ലേ ഇതൊക്കെ കണ്ടോ? ഓക്കെ, എന്നിട്ട് എന്നോട് പറയാം ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഉണ്ടാകും. ഫോട്ടോ പഴക്കാളി അത് നിന്നെ നോക്കുവാണോ? നീ ചിരിക്കരുത് കേട്ടോ, നിനക്ക് തരും വീഡിയേ, നിനക്കും കിട്ടും വീഡിയേ നീ ഇരിച്ചു കഴിഞ്ഞാലേ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ്. വണ്ടി തിരിച്ചു കൊണ്ട് തോന്നുന്നു. ശ്വേത എവിടെ? ശ്വേതാ പഴക്കളി വഴക്കൊക്കെ മാറിയടാ? മാറിയോ? മാറിയില്ലേ? ദേഷ്യം കൊണ്ടു വഴക്കാണോ? ശ്വേത അവൻ വഴക്കാണെന്ന് കേട്ടോ. നീ നിന്നെ കൊണ്ടുവരാമേ, പണ്ടുറക്കി കൊണ്ടുവരല്ലേ? എനിക്ക് ഉമ്മതാടാ ഇവിടെ വഴക്കാളിയാണ് ഗൈസ്. ഞങ്ങളുടെ ഡേറ്റ് ഫുള്ള് കുളമായി. നല്ല ഡേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? യു ലൈക്ക് ഇറ്റ്? താങ്ക് യു സോ മച്ച്. വഴക്ക് കഴിഞ്ഞോ അപ്പായുടെ? വഴക്ക് കഴിഞ്ഞോ? ഇന്ന് ഉമ്മതാ ഇങ്ങനെയാണോ ഉമ്മായിരുന്നേ? നല്ല ഉമ്മതാ. വഴക്ക് കഴിഞ്ഞാ? എല്ലായിടത്തും കൊണ്ടുപോയി ഫണ്ടൂറയിലും കൊണ്ടുപോയിട്ട് കളിപ്പിച്ച് ബിരിയാണിയും വാങ്ങിച്ചു തന്ന് ഡ്രസ്സും എടുത്ത് തന്ന് എല്ലാം കഴിഞ്ഞിട്ട് അപ്പായുടെ വഴക്കാണെന്നല്ലേടാ? നീ എടുക്കണോ? നീ എടുക്കണല്ലോ. അപ്പാ ഇറങ്ങ. തല കറങ്ങുന്നുണ്ടോ? ഇനി ഇവിടെ നിന്ന് നോക്കട്ടെ. കറങ്ങുന്നു കേസ്. അയ്യോ ഞാൻ തലയിറങ്ങി വീണ്. ഞങ്ങൾ രണ്ടുപേരും തല ഇറങ്ങി കേസ്. നോക്കൂ, തല ഇറങ്ങിയല്ലേ? ബാ ഇടിക്ക്, കൈ പിടിക്ക്. ബാ കമാൻ, ബാ എണീക്ക്, ബാ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഒടുക്കത്തെ ഡേറ്റ് ആയി പോയി ഗൈസ്. ഭയങ്കര ഡേറ്റ് ആയിരുന്നില്ലേ? യു ലൈക്ക് ഇറ്റ്? ഇനി ഇതിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞാലേ നിങ്ങൾ തള്ളിയിടാൻ പോകുന്നത്. ഇതായിരുന്നു എന്റെ വെഡിങ് ആനിവേഴ്സറി. ഇതായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അല്ലേ? വെറുതെ ഡേറ്റ്. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് മര്യാദയ്ക്ക് ഡേറ്റ് 2018 വെള്ളപ്പൊക്കത്തിൽ ഒന്നായവരാണ് ഞങ്ങൾ. 2018 വെള്ളപ്പൊക്കത്തിൽ ഒന്നായ 2 ദുരന്തങ്ങളാണ് ഞങ്ങൾ. അപ്പോ ഞങ്ങൾക്ക് 2021 അതെ അത് പറഞ്ഞ ദുരന്തോ കത്തോണ്ടി പാവം. അപ്പോ ഓഗസ്റ്റ് 29 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. ഓഗസ്റ്റ് 29 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ പക്ഷെ ഇത് അതിനുള്ള ഷോപ്പിംഗ് അല്ല, ഇത് ഓണത്തിനുള്ള ഷോപ്പിംഗ്. ഇത് ഞങ്ങളുടെ ക്ലബ് ചെയ്തുള്ള പരിപാടി. ഞങ്ങൾക്ക് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഓഗസ്റ്റ് ഓണവും വെഡിങ് ആനിവേഴ്സറി വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഒരുമിച്ചുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഗൈസ്. നമ്മള് പൈസ കുറച്ച് ചെലവ് കുറച്ച് നമ്മൾ ആസ്വദിക്കണം. അതാണ് സംഭവം. പിന്നെ എന്തിനാ ഷൂ വാങ്ങിച്ചത്? തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഇപ്പൊ ഞാൻ പോയി കൊടുക്കും. I love you. കാശ് ചെലവാക്കണ്ടല്ലോ ഗൈസ്. അപ്പൊ നമുക്കത് ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ അടുത്ത ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 13 മുതൽ ഞാൻ അമേരിക്കയിലുണ്ടാവും. എന്തോ അവിടെ കിടന്ന് കരച്ചിലല്ലായിരുന്നോ അതിനകത്ത് കടന്ന്? എനിക്ക് വേണ്ടാന്നും പറഞ്ഞോണ്ട്. ഓക്കെ, അപ്പൊ see you guys, bye bye. നോക്കി ഫോട്ടോ എടുക്കാം. നോക്കി